നമസ്കാരം. ഇത് അത്തിമരമാണ്. വേനൽക്കാലത്ത് തണൽ മരമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ വലുതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ കായ്കളാണ് ഇവിടെ കാണുന്നത്. വലുതുമുണ്ട് ചെറുതുമുണ്ട്. ശരിക്ക് ഇപ്പോൾ ഈ വേനൽക്കാലത്ത്, നല്ല ചൂടുള്ള കാലത്ത്, ഇന്ന് ഹ്യൂമിഡിറ്റി കൂടുതലായിരുന്നു. ഏകദേശം 80% ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കായ്കളിൽ നിന്ന് അങ്ങനെ വെള്ളത്തുള്ളികൾ വരുന്ന ആ രംഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഈ കായകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴുമ്പോൾ ഞാനതെടുത്ത് ചെടിച്ചട്ടിയിൽ ഇടുകയാണ് പതിവ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു കറി വയ്ക്കാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നടക്കണമെന്നുള്ളത്. അതിൻ്റെ ആധികാരികസ്ഥിതിയൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ വെള്ളത്തുള്ളികൾ കൃത്യമായിട്ട് ഇങ്ങനെ വരും ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു സവിശേഷത അതിനുണ്ട്. അടിയിൽ ശരി കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളത്തുള്ളികൾ വീണിട്ടുള്ള നനവ്, ടൈലിൽ നടക്കുന്ന നനവ് കണ്ടില്ലേ? അതൊരു രസകരമായ അനുഭവമായതുകൊണ്ട് അതിനോട് താല്പര്യമുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടുള്ളതാണ്. ഞാൻ ഈ ഹ്യൂമിഡിറ്റി ഒന്ന് മെഷർ ചെയ്യുകയാണ്. സമയത 7:47 ആയിരിക്കുന്നു. 28.4 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 80%. ഇന്ന് 2025 മാർച്ച് 5-ാം തീയതിയാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. വേനലിൻ്റെ കടുപ്പം അറിയാല. ഒന്നുകൂടി വെള്ളത്തുള്ളികൾ, ആ മനോഹരമായ വെള്ളത്തുള്ളികൾ എന്ന് കാണിക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.